സായാഹ്നത്തിൽ നിങ്ങളോടെല്ലാവരോടും കൂടെ ആയിരിക്കുവാൻ ഏറെ സന്തോഷമുണ്ട്. കാരണം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കാരുണ്യ ഭവനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു ഭവനം. നമ്മുടെ അതിരൂപതയ്ക്ക് വളരെ ഏറെ സംഭാവനകൾ നൽകി കടന്നുപോയ ഒരാളാണ് ബഹുമാനപ്പെട്ട മണ്ണാറോളം അച്ഛൻ. അച്ഛൻ്റെ സ്മരണകൾ നിറയുന്ന ഒരു ഭവനമാണ് ഈ സഞ്ജീവനിയും മദർ തെരേസ ഹോമുമെല്ലാം. അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഒരു നൈർമല്യവും ഉദ്ദേശശുദ്ധിയും കഠിനാധ്വാനവും ഒക്കെ കൊണ്ട് ഈ നാടിന് മുഴുവൻ വലിയ അനുഗ്രഹമായി തീർന്ന സ്ഥാപനങ്ങളാണിതെല്ലാം. അച്ഛനിത് ആരംഭിച്ച് വളർത്തി വളരെ പെട്ടെന്ന് തന്നെ ഒരു പിൻഗാമിയെ കണ്ടെത്തി അദ്ദേഹത്തെ ഏൽപ്പിച്ച് അദ്ദേഹം മദർ തെരേസ ഹോമിലേക്ക് മാറുകയായിരുന്നു. അന്ന് അച്ഛൻ കണ്ടെത്തിയ പിൻഗാമിയാണ് ബഹുമാനപ്പെട്ട പട്ടിക്കാട്ടച്ഛൻ. നമുക്കേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം, പട്ടിക്കാട്ടച്ഛനും ഈ ഒരു ശുശ്രൂഷയെ സ്നേഹിച്ച് ഇവിടുത്തെ പ്രിയപ്പെട്ട മക്കളെയെല്ലാം സ്വന്തം എന്നതുപോലെ കരുതി ഇവിടുത്തെ ശുശ്രൂഷകളെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കാൻ ഈ 25 വർഷക്കാലം അദ്ദേഹം ഏറെ അധ്വാനിച്ചു. അത് വലിയ അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്തു നമ്മുടെ അതിരൂപതയ്ക്കും സമൂഹത്തിന് മുഴുവൻ. അച്ഛന് 2 വർഷം എടത്വാപ്പള്ളിയിലെ കൊച്ചച്ഛനായിരുന്നു. അതിനുശേഷം 5 വർഷം നമ്മുടെ അതിരൂപതയുടെ വടക്കേ അറ്റത്തുള്ള ഒരു കൊച്ചു ഇടവകയിൽ, ചാരമംഗലം എന്ന് പറയുന്ന ഇടവക, അവിടെ വൃത്തിയായിട്ടൊരു പള്ളിയില്ല, പള്ളിനിടയില്ല, ഒന്നുമില്ലാതിരുന്ന കാലത്ത് അച്ഛനവിടെ 5 വർഷം വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം അദ്ദേഹം POCയിലെ 2 വർഷം ജയിൽ മിനിസ്ട്രിയുടെ ആ കമ്മീഷൻ്റെ സെക്രട്ടറി ആയിട്ട് കേരളത്തിലെ എല്ലാ ജയിലുകളിലുമുള്ള മിനിസ്ട്രി ഏകോപിപ്പിക്കാനായിട്ട് അദ്ദേഹം ഏറെ ക്ലേശിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അഭിമന്യ പിതാവ് അദ്ദേഹത്തെ സഞ്ജീവനിയിലേക്ക് നിയമിക്കുന്നതും ഇവിടെ അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതുമെല്ലാം. അച്ഛന് എനിക്ക് വളരെ, ഞങ്ങളൊക്കെ ചെറുപ്പമായിരിക്കുമ്പോൾ മുതൽ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്മാരായിട്ട് ഇവരെല്ലാം കണ്ടു വളർന്നവരാണ് ഞങ്ങൾ. അച്ഛൻ്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് സെമിനാരി കാലം മുതൽ അദ്ദേഹത്തിന് ഈ മേഖലയിൽ ഉണ്ടായിരുന്ന താല്പര്യവും അതെല്ലാം കണ്ട് ഏറെ ആദരവോടെ കരുതിയിരുന്നവരാണ് ഞങ്ങളെല്ലാം. അച്ഛൻ്റെ വചന പ്രഘോഷണ ശുശ്രൂഷയാണെങ്കിലും ആത്മീയ ശുശ്രൂഷകളാണെങ്കിലും എല്ലാം അനേകർക്ക് അനുഗ്രഹപ്രദമായിരുന്നു. പിന്നീട് ഞാനിവിടെ 2001 മുതൽ 2003 വരെ നെടുങ്കുന്നത്ത് കൊച്ചച്ഛനായിട്ടിരിക്കുമ്പോൾ ഈ സ്ഥാപനത്തിൽ പല പ്രാവശ്യം വരാനും ഇവിടുത്തെ അന്തേവാസികളെ കാണാനും ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ സഹകാരിയാകാനും സാധിച്ചു. അതിലേറെ അച്ഛന് നെടുങ്കുന്നം ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്ന വാർഡ് കൺവെൻഷനുകളിലൊക്കെ വന്ന് പ്രസംഗിക്കുകയും എപ്പോഴും കൗൺസിലിങ് മറ്റ് സഹായങ്ങൾക്കായിട്ട് സന്നദ്ധനാവുകയും അങ്ങനെ എല്ലാം ആവശ്യമുള്ളപ്പോഴെല്ലാം സ്വന്തം എന്നതുപോലെ കരുതി ഞങ്ങളെല്ലാം സഹായിക്കുകയും ഞങ്ങളെ വളർത്തുകയും ചെയ്ത ഒരു അച്ഛനാണ് പട്ടിക്കാട്ടച്ഛൻ. അച്ഛന് 25 വർഷം ഇവിടെ ശുശ്രൂഷ ചെയ്തു. ഈ കാലഘട്ടത്തിൽ ഇവിടെ പ്രഷ്യസ് സ്കൂള് എന്ന് പറയുന്ന പുതിയൊരു സംരംഭം ഉറവെടുത്തു. ഈ മനോഹരമായ ബിൽഡിങ് അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായിട്ട് ഇവിടെ പണിതുയർത്താനായിട്ട് സാധിച്ചു. അതുപോലെ സഞ്ജീവനി ആണെങ്കിലും കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ അതിൻ്റെ കെട്ടിടങ്ങൾ ഒക്കെ സജ്ജമാക്കി ഇത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററാക്കി മാറ്റി. അച്ഛൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഇവിടെ ഒരു ആശുപത്രി കൂടി തുടങ്ങണമെന്ന്. നമുക്ക് വഴിയുടെ സൗകര്യങ്ങളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഈ വർഷം നമുക്കത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷെ അത് നിയമപരമായ ചില തടസ്സങ്ങളൊക്കെ കൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല. എങ്കിലും അതും നമ്മൾ യാഥാർത്ഥ്യമാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ നമ്മുടെ അതിരൂപത മാനസികാരോഗ്യ രംഗത്ത് നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു മുഖമായിട്ട് ഈ സഞ്ജീവനിയും നമ്മുടെ മദർ തെരേസ ഹോമും എല്ലാം എന്നും നിലനിൽക്കും. ഞാൻ ഈ അവസരത്തിൽ അച്ഛൻ്റെ നിസ്വാർത്ഥമായ സേവനത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കാരണം ഞാൻ ഇവിടെ വന്ന് ഈ സേവനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്.
അത് വളരെ ചുരുക്കം പേർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണിത്. ഞങ്ങൾ 505 വൈദികരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 10 പേര് പോലും ഇതിന് തയ്യാറാവുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം പ്രത്യേകമായൊരു വിളിയും കാര്യസ്ഥമുള്ളവർക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. വലിയ ഒരു സ്നേഹം, കാരുണ്യം ഉള്ളിൽ സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. അങ്ങനെ അപാരമായ ക്ഷമയോടെ ഇവിടുത്തെ അന്തേവാസികളോട് ഇടപെടുന്നതും അവരെ പതുക്കെ പതുക്കെ അവരുടെ വൈകാരിക ജീവിതത്തിൽ പോലും താങ്ങായി നിന്നുകൊണ്ട് അവരെ വളർത്തുന്നതുമെല്ലാം വളരെ വിസ്മയത്തോടെ ഞങ്ങളെല്ലാവരും നോക്കിക്കണ്ടിട്ടുണ്ട്. മണ്ണാറുകുളച്ചനും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അപ്പം അങ്ങനെ അധികം ആർക്കും കിട്ടാത്ത ഒരു കാരിസം അത് സ്വന്തമാക്കി, അത് ദൈവം കൊടുത്തു എന്ന് കരുതിയപ്പോൾ അത് വളർത്തിയെടുത്ത് അച്ഛൻ 25 വർഷം ഒരു പൗരോഹിത്യ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം, ഏതാണ്ട് പകുതിയിലധികം അദ്ദേഹം ഇവിടെ ചെലവഴിച്ചു. അദ്ദേഹം ഇനിയും പോകുന്നത് കോട്ടയം ലൂർദ് പള്ളിയിലേക്കാണ്. അവിടെയും അച്ഛൻ്റെ ഈ ഒരു നല്ല മനസ്സ് അത് തീർച്ചയായിട്ടും കോട്ടയം ലൂർദ് ഇടവകാംഗങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കതിനകത്ത് യാതൊരു സംശയവുമില്ല. കാരണം ദൈവജനം വൈദികരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്നേഹവും കരുണയും അതുപോലെ അവരെ കേൾക്കാനുള്ള ഒരു മനസ്സും ഒക്കെയാണ്. അതെല്ലാം അച്ഛന് ധാരാളമായിട്ടുണ്ട്. ഒരപ്പൻ്റെ മനസ്സും അമ്മയുടെ മനസ്സും എല്ലാം ധാരാളമായിട്ടുള്ള ആളാണ് വട്ടേക്കാട്ടച്ഛൻ. അതുകൊണ്ട് തന്നെ അച്ഛന് അവിടെ അവരെ നല്ല രീതിയിൽ നയിക്കുവാൻ ആ ഇടവക സമൂഹത്തെ മുഴുവൻ, അത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പട്ടണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടവക സമൂഹമാണ്, അവർക്ക് നല്ല നേതൃത്വം കൊടുക്കാനായിട്ട് അച്ഛന് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുന്ന മോഹനച്ഛനെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയും അച്ഛനും ഇതിന് സമാനമായൊരു ശുശ്രൂഷ തിരുവനന്തപുരത്ത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പരിചയമുള്ള ഒരു വ്യക്തിയാണ് അച്ഛൻ. അച്ഛൻ്റെയും നല്ല മനസ്സും അധ്വാനശീലവും എല്ലാം ഈ മിനിസ്ട്രിയെ കൂടുതൽ ശോഭനമാക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സായാഹ്നത്തിൽ നിങ്ങളോട് എല്ലാവരോടും ഒപ്പം ആയിരിക്കാൻ സാധിക്കുന്നതിൽ സന്തോഷം അറിയിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ 6:15 തുടങ്ങിയ യാത്രയാണിത്. പല പരിപാടികളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങ് തിരിച്ചു പോവുകയാണ്. എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ നന്മകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി വട്ടേക്കാട് അച്ഛന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. പിതാവിൻ്റെ നല്ല വാക്കുകൾക്ക് 1000 നന്ദി.